ഇത് ടൊയോട്ടയുടെ ഹൈലക്സ് ആണ്. ഹൈലക്സ് പിക്കപ്പ്. അപ്പോൾ സിനിമയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വഭാവം നടന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലാണ് ഹൈലക്സിൻ്റെ രൂപം എന്ന് പറയാം. അല്ലെങ്കിൽ ഹൈലക്സിൻ്റെ കാര്യം എന്ന് പറയാം, ഇന്ത്യയിൽ ഇപ്പോൾ ലക്ഷറി വണ്ടിയായിട്ടും അതല്ല പിക്കപ്പ് ട്രക്കായിട്ടും SUV ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയായിട്ടുള്ള ഈ ഹൈലക്സിന് മറ്റ് കൺട്രികളില്ലാത്ത ഒരു പ്രശ്നം ഇന്ത്യയിലുണ്ട്. അതെന്താണെന്നല്ലേ? സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യയിൽ പിക്കപ്പ് ട്രക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതായത് ലൈഫ് സ്റ്റൈലിനൊക്കെ പറയാവുന്ന പിക്കപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2016 V-Cross വന്നപ്പോഴാണ് ഒരു ഇത്തിരി എന്താ പറയുക ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യമായിട്ട് ഇന്ത്യയിൽ ആ ഒരു കാര്യം മാറിയത്. പിന്നെയും 2021 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു, അല്ലെങ്കിൽ 2022 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഹൈലക്സ് വരാനായിട്ട്. അപ്പോൾ ഇത് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഒരു എന്താ പറയുക പിക്കപ്പ് വേർഷനാണെന്ന് ലളിതമായിട്ട് പറയാൻ പറ്റും. അതായത് 2.8 ലിറ്റർ എഞ്ചിനുള്ള ഏകദേശം 500 Nm ടോർക്കുള്ള 203 bhp പവറുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ഓഫ് റോഡാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എനിക്ക് തോന്നുന്നു റോഡ് ടെസ്റ്റുകൾ നിങ്ങൾ അധികം കാണാൻ വഴിയില്ല. ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ തന്നെയും ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് ഓഫ് റോഡിലാണ്. പക്ഷേ ഇന്ന് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന ഓൺ റോഡാണ്. അതായത് ഡ്രൈവിംഗ് ബിഹേവിയർ എന്താണെന്നുള്ളതും അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും ഇതിൽ കൃത്യമായിട്ട് പറയാനുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ടൊയോട്ടയുടെ ഹൈലക്സ് ആണ്. ടൊയോട്ട ഫോർച്യൂണറുമായിട്ട് എന്താ പറയുക ഘടകങ്ങൾ പങ്കിടുന്ന വണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫോർച്യൂണറിൻ്റെ പിക്കപ്പ് വേഷനൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും മുൻവശത്തിന് ഫോർച്യൂണറായിട്ട് വലിയ ബന്ധങ്ങളും അല്ലെങ്കിൽ വലിയ സാമ്യമൊന്നും തോന്നില്ല. ഈ ഒരു ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് ഒരു ഇത്തിരി ബ്ലാക്കിഷ് ആയിട്ടുള്ള, അതായത് എന്താ പറയുക ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഗ്രില്ല്, അതായത് ഗ്രില്ലിന് 2 പാട്ടുകളുണ്ട്, എഡാമിനും അല്ലെങ്കിൽ ഗ്രില്ലിനും വെവ്വേറെ പാട്ടുകളുടെ നടുവിൽ ടൊയോട്ട ലോഗോയും താഴെ കാണുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗം വലിയ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഈ ഒരു വണ്ടിയുടെ മാച്ചോ രൂപമൊക്കെ ശരിക്കും വ്യത്യസ്തമാണ് റോഡിൽ. അതായത് നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഹൈലക്സ് എന്നുള്ളതാണ്. ഇപ്പോൾ തീർത്തും വലിയ ബോണ്ട് ഏരിയയാണ്. അതായത് ആ ഒരു 2.8 എഞ്ചിൻ തീർത്തും അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഒരു ബോണ്ട് ഏരിയ. അത് മാത്രമല്ല അതിനോട് ഒത്തിണങ്ങി അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ടുള്ള ഗ്ലാസ് ഏരിയയും കാണാം. ഇത്തിരി വെർട്ടിക്കലാണ്. ഒബ്വിയസ്ലി ആ ഒരു SUV കൈൻഡ് ഓഫ് തിങ് ആണ്. കൂടാതെ ഈ ഒരു ലൈൻസ് ഉണ്ട്. ഈ ഹെഡ്ലാമ്പാണ്, ഹെഡ്ലാമ്പിൻ്റെ മുകളിൽ 2 കുനിപ്പുകൾ ഒത്തിരി കൗതുകമായിട്ട് തോന്നിച്ചു. ഒരു ബൾജായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. കൂടാതെ DRലുണ്ട്, ക്രോം എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൗതുകങ്ങളാണ്. അത് മാത്രമല്ല താഴെ കാണുന്ന ഒരു ഫോഗ്രാമിന് ചുറ്റും കൊടുത്ത ഒരു ബ്ലാക്ക് ഇൻസൈഡ്, അതായത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് നല്ല ഭംഗി തോന്നിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു SUV അല്ലെങ്കിൽ ഒരു മാച്ചോ ലുക്കുള്ള ഒരു പിക്കപ്പ് ട്രക്ക് എന്നുള്ള കാര്യം തീർത്തും ഒറ്റ മോഡലിൽ നമുക്ക് വിസിബിൾ ആവുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ. അത് മാത്രമല്ല ശരിക്കും നല്ല റോഡ് പ്രസൻസിന് വേണ്ടിയിട്ടുണ്ട്. ആളുകൾ നോക്കുന്ന ഒരു വിധത്തിലുള്ള ആ ഒരു റോഡ് പ്രസൻസ് ഈ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടൊയോട്ട ഫോർച്യൂണറുമായിട്ടുള്ള പ്രകടമായ വ്യത്യാസം എന്ന് പറയുന്നത് രൂപത്തിലാണെങ്കിലും കാര്യത്തിൽ കൂടി ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു ലോഡിംഗ് ബേ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ ഒരിത്തിരി കാലം മുന്നേ വരെ നമുക്കിത് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൊമേഴ്ഷ്യലായിട്ട് മാത്രമേ രജിസ്റ്റർ ഉള്ളൂ. നീളത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ വെയിറ്റിൻ്റെ കാര്യമൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല ഫോർച്യൂണറിൽ പിന്നിലെ ആ ഒരു ഡിസ്ക് ബ്രേക്കും ആ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ആണെങ്കിൽ ഇത് ലീഫ് സ്വിങ്ങും ഡ്രമ്മും ആണെന്നുള്ളതാണ്. ചവിട്ടിക്കാരന് പടി വേണം, പടിയുണ്ട്. കൂടാതെ ഒരു ഇത്തിരി വെർട്ടിക്കലാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അകത്തേറുമ്പോൾ മറ്റൊരു കാര്യം പറയാം. അത് മാത്രമല്ല ഹൈലക്സിൻ്റെ ആ ഒരു വീല് തീർത്തും വലുതാണ്. ഇപ്പോൾ ബേസ് മോഡൽ അല്ലെങ്കിൽ കുറഞ്ഞ മോഡലിന് 17 ഇഞ്ച് ആണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് 18 ഇഞ്ച് വീലുകളാണ്. അപ്പോൾ തീർത്തും വലുപ്പമുള്ള എൻ്റെ ഒരു ഉയരമൊക്കെ ഉണ്ട് ഈ വണ്ടി എന്ന് പറയുന്നത്. 5.7 ഒക്കെ ഹൈറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല ക്രോം എലമെൻറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് തീർത്തും ഭംഗിയേക്കാൾ ഉപരി ആ ഒരു പ്രാക്ടിക്കാലിറ്റി അതല്ലെങ്കിൽ യൂസബിലിറ്റിയാണ് ശരിക്കും ഹൈലക്സിൻ്റെ ഒരു മുഖമുദ്ര എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആ ഒരു ബൊലേറോ പിക്കപ്പൊക്കെയാണ് ഇത് ദുബായിലൊക്കെ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം അവിടെയൊക്കെ ഈ വണ്ടി ഒരുപാട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇവിടെ അത് ആയിട്ടില്ല, ആയി തുടങ്ങും. എക്സാക്ട്ലി ഓൺ റോഡ് പ്രൈസ് കേരളത്തിലെ ബേസ് മോഡലിന് 40 ലക്ഷം രൂപയാണ്. 3 വേരിയൻറ്റുകളാണ്. ബേസ് മോഡൽ 40 തൊട്ട്, അതായത് മിഡിൽ വേരിയൻ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിന് ഏകദേശം 48 ലക്ഷം രൂപയും ഈ ഒരു ടോപ്പ് എൻഡിന് 49 ലക്ഷം രൂപയാണ്. അപ്പോൾ 49 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു പിക്കപ്പ് വാങ്ങണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇന്ത്യയിലെ പ്രശ്നം. അത് മാത്രമല്ല ഒരു പിക്കപ്പ് കൾച്ചർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ട്. അതായത് പിക്കപ്പ് വാങ്ങി കാറുകൾക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ആ ഒരു 2 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം കൊള്ളാം. അതായത് നല്ലൊരു വണ്ടിയാണ്, കാണാനുള്ള ലുക്കും അല്ലെങ്കിൽ യാത്രയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന നിലയ്ക്ക് ഒരു ഓൾറൗണ്ടർ വെഹിക്കിൾ എന്ന നിലയ്ക്കൊക്കെ കൺസിഡർ ചെയ്യാവുന്നൊരു വണ്ടിയാണിത്. എസ്പെഷ്യലി നിങ്ങൾ 2 പേരേ ഉള്ളെങ്കിൽ. ബാക്കിൽ സീറ്റിൽ യാത്രയാണെങ്കിൽ കഥ വേറെയാണ്. അതിനായിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഹൈലക്സിൻ്റെ അടുത്ത പ്രശ്നം ബാക്ക് സീറ്റാണ്. പ്രശ്നമെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു 2 പേര് യൂസ് ചെയ്തിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ വാഹനം എന്ന നിലയ്ക്ക് ഹൈലക്സ് കൊള്ളാമെന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ചധികം ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 4-5 ആളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു സീറ്റിൻ്റെ ഒരു ചാരം എന്ന് പറയുന്നത് തീർത്തും വെർട്ടിക്കലാണ്. 3 ഹെഡ് റെസ്റ്റുകളൊക്കെ ഉണ്ട്, ആംറെസ്റ്റുണ്ട്, കപ്പ് ഹോൾഡറൊക്കെ കൊള്ളാം. AC വെൻറ്റുകൾ കാണാം. കൂടാതെ ആ ഒരു യൂട്ടിലിറ്റി ഹുക്ക് 4 കിലോൻ്റെ ആ 2 ഹുക്കുകളുണ്ട്. ഹെഡ് റൂം അടിപൊളിയാണ്. ലെഗ് റൂം കുഴപ്പമില്ല, തൈ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ചാരിൻ്റെ ഒരു പ്രശ്നം ഒരു ഇത്തിരി പ്രശ്നമായിട്ട് തോന്നി. സ്റ്റിൽ ഞാൻ പറയട്ടെ, ബാക്ക് സീറ്റ് മറന്നേക്കൂ. തീർത്തും ഈ വണ്ടി വാങ്ങുന്ന ആളുടെ സീറ്റുകൾ ഫ്രണ്ട് സീറ്റുകളാണ്. അതിലെന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിൻ സീറ്റിനടിയിൽ ഒരു സീക്രട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഹൈലക്സിന്. ആ കാർപ്പറ്റ് നോക്കി അത് കാണാം. 1 അല്ല 2 ഉണ്ട്. അത്യാവശ്യം യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇനി പിടിച്ചിറങ്ങാനായിട്ടൊരു ഹാൻഡിലുണ്ട്. 2
ആ ഡോറുകളിലും കാണാം. കൂടാതെ വേറൊരു ഹാൻഡിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിക്കകത്ത് കുറച്ചധികം കണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഒരു ഹാൻഡിലുകളാണ് എന്നുള്ളതാണ്. ടൊയോട്ട ഹൈലക്സിന് 2.8 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇന്ത്യയിൽ. ഏകദേശം 500 ന്യൂട്രൺ മീറ്ററോളം ടോർക്കും 203 ബ്രേക്ക് ഹോഴ്സ് പവർ പവറുള്ള ഈ ഒരു വണ്ടിയുടെ മാനുവൽ മോഡൽ ഈ ഒരു ടോപ്പ് എൻഡ് ഇല്ല. ആ ഒരു ബേസ് മോഡലിലും മിഡിൽ വേരിയൻറ്റിന് മാത്രമേ മാനുവൽ മോഡലുള്ളൂ. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് ടോർക്കിനോട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വണ്ടിയാണ്. ടൊയോട്ട ഹൈലക്സിൻ്റെ ഇപ്പോൾ ഒരു പിക്കപ്പ് ട്രക്ക് എന്ന നിലയ്ക്ക് ആ ഒരു കോസ്റ്റ്ലി വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഇത്തിരി കൗതുകം തോന്നി പിൻഭാഗമാണ്. കാരണം ഈ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ LED ഒരു അതിപ്രസരമുണ്ട്, പക്ഷേ ആ ഒരു ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും ബൾബ് തന്നെയാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയായിട്ട്. കൂടാതെ ക്രോമിൻ്റെ ഒരു ഇത്തിരി അധികം എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ പിന്നിലെ ആ ഒരു ബമ്പറിലാണെങ്കിലും ഈ ഒരു ക്രോം പീസ് അല്ലെങ്കിൽ ഈ ഒരു ക്രോം പീസ്, അത് മാത്രമല്ല ചവിട്ടുകാരുടെ സ്റ്റെപ്പുകളുടെ ഭാഗം, ഈ ഒരു ഹാൻഡിൽ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു ബെഡിൻ്റെ ഡോറിലാണെന്നുള്ളതാണ്. അതായത് ഈ ഒരു ബെഡിന് 470 കിലോയോളം എന്താ പറയുക ആ ഒരു ലോഡിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു ലോഡിങ് കപ്പാസിറ്റി ഒക്കെ തന്നെ ആയിരിക്കണം മിക്കവാറും ഇവിടെ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥ വന്ന കാരണം. പക്ഷേ ആ ഒരു ഫ്ലാറ്റായിട്ടുള്ള ബെഡല്ല, മഡ്ഗാർഡ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വീലിൻ്റെ ആർച്ച് അതി കയറുന്നുണ്ട്. സ്റ്റിൽ ഇതൊരു ലോഡിങ് വണ്ടി അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള പൾസർ 220 കയറ്റി വെച്ച് എനിക്ക് നാട്ടിലൊക്കെ പോകാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വണ്ടി എന്ന് ഈ ഒരു ഹൈലക്സിനൊക്കെ പറയാം. ഇപ്പോൾ കുളത്തുകളുണ്ട്, അതുമാത്രമല്ല അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ആ ഒരു ബെഡാണ് എന്നുള്ളതാണ്. ഇത് അടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എഫേർട്ടൊന്നുമില്ല, സിമ്പിളാണ്. ഈ ഒരു ബെഡിനകത്ത് ഇരുന്നിട്ടേ ഞാനൊരു ഗ്ലാസ് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഡിഫോഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഗ്ലാസ് ശരിക്കും ആ ഒരു പിന്നിലെ കണ്ണാടിയോടുള്ള കാഴ്ച കുറച്ചും കൂടി വൃത്തിയാക്കി കാണിച്ചു തരും. അത് മാത്രമല്ല ഒരു ഷാർക്ക് ഫിൻ ആനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പിക്കപ്പ് ട്രക്ക് എന്ന നിലയ്ക്ക് എനിക്ക് ഒരു ലക്ഷറി പിക്കപ്പ് എന്ന നിലയ്ക്കാണ് കൗതുകം വന്നത്. അപ്പോൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള മൂല്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് മാത്രമല്ല ആ ഒരു റൈഡ് ക്വാളിറ്റി, കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കണ്ടേ. ആ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വണ്ടി ഓടിക്കുമ്പോഴേ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതായത് കൊള്ളാവുന്നൊരു വണ്ടിയാണ് ഹൈലക്സ് പിക്കപ്പ് എന്നുള്ളതാണ്. ടൊയോട്ട ഹൈലക്സിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ സീറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഡിസൈനും സ്റ്റിയറിങ്ങും ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റിയറിങ്ങും അതുപോലെ ഈ ഒരു കൺസോളും ഈ ഒരു ആംറസ്റ്റൊക്കെ തന്നെ നല്ല കംഫർട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിലയ്ക്ക് നമുക്കൊരു പ്രോപ്പർ SUV ആയിട്ടുള്ള ഫോർച്യൂണർ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വെന്റിലേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് സീറ്റ് ഇല്ല, അതുപോലെ കുറച്ച് കാര്യങ്ങളില്ല. ഇപ്പോൾ ഇലക്ട്രിക് സീറ്റാണ് ഈ സീറ്റിംഗ് കൂടി. ഈ ഒരു ഹാൻഡ് ബ്രേക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ്, അതായത് ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്കാണ്. ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഫോർച്യൂണറിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി ഫ്ലാച്ചി ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇത് വൺ ഓഫ് എ കൈൻഡാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഹൈലക്സിനെ കാണാനായിട്ട്. ഇപ്പോൾ സീറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നന്നായിരിക്കുന്ന ഒരു സീറ്റ്, ഇരിക്കാൻ പറ്റിയ സീറ്റാണ്. ബോൾസ്റ്റിംഗ് കൊള്ളാം, തൈ സപ്പോർട്ട് നല്ലതാണ്. ഈ ഒരു ഹെഡ് റൂം കൊള്ളാം, ലെഗ് റൂം കൊള്ളാം. അത് മാത്രമല്ല മൊത്തത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കമാൻഡിങ് വ്യൂ ഉണ്ട്, എല്ലാം കാണാമെന്നുള്ളതാണ്. ഇനി ഹൈലക്സിനകത്ത് ഡ്യുവൽ സോൺ AC ഉണ്ട്. ഈ ഡ്യുവൽ സോൺ ACയുടെ കൺട്രോൾസ് ഒക്കെ കാണാം. കൂടാതെ ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററാണ്, ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. SOSൻ്റെ ഒരു ബട്ടണാണ്. ഈ SOSൻ്റെ ബട്ടൺ കൗതുകമായിട്ട് പറഞ്ഞത് കാരണം SUV ആണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു SOS ബട്ടൺ യൂസ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. കൂടാതെ 6 സ്പീഡ് ഗിയർ ബോക്സിന് ആ ഒരു സ്പോർട്സ് മോഡ് എന്ന് പ്ലസ് മൈനസ് മോഡിന് ചെറിയ കൗതുകം കൊണ്ട് ഓടിക്കുമ്പോൾ പറയാം. കപ്പ് ഹോൾഡർ കാണാം, പക്ഷേ വയർലെസ് ചാർജർ കാണില്ല. ഈ ഒരു ഹിൽ ഡിസൈൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ, ESP, അതുപോലെ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള അതായത് ഒരു ഓട്ടോ LST പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ 4x4 അല്ലെങ്കിൽ ഓഫ് റോഡ് എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വണ്ടി എന്നാണ് എനിക്ക് ഹൈലക്സിന് തോന്നിയത്. ഇതാണ് ഹൈലക്സിൻ്റെ കീ എന്ന് പറയുന്നത്. ഫോർച്യൂണറിൻ്റെ കീ തന്നെയാണ്. അതിൻ്റെ ബാഗിൽ ഹൈലക്സ് ഉണ്ട് എന്നുള്ളൂ. കൂടാതെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ കാണാം. ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു എന്താ പറയുക ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. 2 ഗ്ലോ ബോക്സുകളുണ്ട്, ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയുമാണ്. ഇത് ലോക്ക് ചെയ്യാവുന്ന ഗ്ലോ ബോക്സാണ്, ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 12 വോൾട്ട് സോക്കറ്റ് എമ്പാടും കാണാം. അപ്പോൾ ഈ ഒരു 2 12 വോൾട്ട് സോക്കറ്റും കൂടാതെ ഈ ഒരു USB പോർട്ടും ഉണ്ട്. അപ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരു 3 ഡമ്മി ബട്ടൺസ് ഉണ്ടെങ്കിലും സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഈ ബട്ടൺസൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം. ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഫോർച്യൂണറിൽ കണ്ട ക്ലോക്ക് തന്നെയാണ്. കൂടാതെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു ബട്ടൺ ആ ക്ലോക്കിൻ്റെ നടുവായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്പീക്കേഴ്സ് ഉണ്ട്. സൗണ്ട് ക്വാളിറ്റി അത്ര എക്സെപ്ഷനിലല്ല. ഒരു 40 lakhs എബോ വിലയുള്ള വണ്ടിക്ക് സൗണ്ട് ക്വാളിറ്റി കുറവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗിൻ്റെ കാര്യങ്ങളും കൂടാതെ ക്രൂസ് കൺട്രോൾ സ്റ്റാക്കും ഈ ഒരു സ്റ്റാക്കുകളൊക്കെ നല്ല ക്വാളിറ്റി തോന്നിച്ചു. മീറ്റർ കൺട്രോൾ നമുക്ക് പരിചയമാണ്. അതായത് ഇടതുവശത്ത് ടാക്കോമീറ്ററും വലതുവശത്ത് സ്പീഡോമീറ്ററും കാണാം. നടുവിലായിട്ട് ആ ഒരു MID അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി സീറ്റ് ബെൽറ്റിന് ഹൈ ടച്ചിങ് ഉണ്ട്. കൂടാതെ ഹാൻഡിൽസ് നമുക്ക് ഇവിടെയും കാണാവുന്നതാണ്. അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ NCAP അല്ലെങ്കിൽ എന്താ പറയുക ഏഷ്യൻ NCAP അതല്ലെങ്കിൽ യൂറോപ്യൻ NCAP അങ്ങനെയുള്ള കുറേ അധികം NCAPകളിൽ നമുക്ക് 5 സ്റ്റാർ കിട്ടിയൊരു വണ്ടി കൂടെ ഹൈലക്സ്. അത് മാത്രമല്ല 7 എയർ ബാഗുകൾ കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വണ്ടിയെന്ന് കൂടി ഈ ഒരു ഹൈലക്സിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇനി ഒരു ഇത്തിരി കൗതുകങ്ങളുണ്ട്. അതായത് ഈ വണ്ടിക്കകത്ത് ഒരു ഹൗസ് ഹോൾഡ് സോക്കറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഡാഷ്ബോർഡിൻ്റെ ഇടതുവശമായിട്ട് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കാണാം. ഇപ്പോൾ ഈ ഒരു സംഗതി ലോക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ ലോക്കായ സംഗതി തുറക്കണ്ടേ. ഇപ്പോൾ ഡാഷ്ബോർഡ് അങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പാടില്ല. നമുക്ക് തുറന്നു നോക്കാം. ഈ ഒരു ഡാഷ്ബോർഡിലെ ഗ്ലോ ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് തുറക്കാനായിട്ട്
അപ്പോൾ ഇതാണ് ആ കീ എന്ന് പറയുന്നത്. ഈ സ്കെൽറ്റൻ കീ വെച്ചാൽ നമ്മൾ തുറക്കുക. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വലിയ ഗ്ലോ ബോക്സ് ആണ്. അത് മാത്രമല്ല പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്ത് പറയാനായിട്ടുള്ള ഇൻഡിക്കേഷൻ കൊടുത്തതാണ് ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്ത് തന്നെയാണ്. ഇവിടെ ഇരുന്ന് കാണുന്ന വിസിബിലിറ്റി കൊള്ളാം, വൈപ്പേഴ്സും നമ്മുടെ കണ്ണിൽ വരുന്നില്ല. അതായത് കുറച്ചധികം എന്താ പറയുക ആ ഒരു ഹൈഡ് വെച്ച പോലെ തന്നെയാണ്. അത് മാത്രമല്ല ട്യൂറ്റേഴ്സ് പില്ലറുണ്ട്. ഇപ്പോൾ മിറർ കൺട്രോൾ സ്റ്റാർട്ട് സപ്പോർട്ടും വലതുവശമായിട്ട് കാണാം. കൂടാതെ 4 വിൻഡോകൾക്കും ഓട്ടോ അപ്പ് ഡൗൺ ഉണ്ട് എന്നുള്ളതും ഈ ഒരു വണ്ടി പ്രത്യേകമായിട്ട് പറയാം. പിന്നെ സൺവൈസറിൽ ഇവിടെ കണ്ണാടിയൊന്നുമില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. പക്ഷേ പാസഞ്ചർ സൈഡിലൊരു കണ്ണാടിയും അതിനകത്തൊരു ചെറിയ ടോൾ ഹോൾഡർ അല്ലെങ്കിൽ ടിക്കറ്റ് ഹോൾഡർ എന്തോ കാണാം. അത് മാത്രമല്ല ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ലൈറ്റ് ഇല്ലാത്ത ഒരു സൺവൈസറാണ്. ഇനി ഇലക്ട്രിക് സീറ്റുകളാണല്ലോ. പക്ഷേ ഇലക്ട്രിക് സീറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ, പാസഞ്ചർ സീറ്റിലാണ് ഞാൻ കണ്ടില്ല. ഇനി പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് സൺഫിലിം ഇല്ല, സൺഫിലിം ബാൻഡാണ്. നമുക്കിവിടെ വെയിൽ കൊണ്ട് വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ ഹൈലക്സിനകത്ത് ആ ഒരു പ്രശ്നമില്ല. കാരണം ഹൈലക്സിന് UV കട്ട്, അതായത് ഈ ഹീറ്റ് റിജക്ഷനുള്ള ഗ്ലാസ്സിൽ അധികം ചൂടൊന്നും അകത്തേക്ക് എടുക്കില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഈ ഒരു ഓട്ടോഡെമിങ് എന്ന് പറയുന്ന ഈ ഒരു മിററിൻ്റെ ടെക്നിക്കൽ വേർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ ക്രോമിക് എന്നുള്ളതാണ്. ടൊയോട്ട ഹൈലക്സ് പിക്കപ്പ് ഓടിക്കുകയാണ്. ഇതിന് 3 വേരിയൻ്റ് ഉണ്ട് എന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസ് മോഡലിന് ഒരു വില കുറച്ചിട്ട്, അതായത് ഈ ഒരു മാസത്തിൽ, അതായത് ലോഞ്ച് ചെയ്ത സമയത്ത് അവരൊരു 3 ലക്ഷം 3.5 ലക്ഷം രൂപയോളം ബേസ് മോഡലിൽ കുറച്ച് 40 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഓൺ റോഡ് പ്രൈസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ടോപ്പ് എൻഡിന് 49 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. ഇനി കുറച്ച് ഫൺ ഫാക്ടേഴ്സ് പറയാം. അതായത് 700 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഹൈലക്സ്. അത് മാത്രമല്ല ടോപ്പ് എൻഡിന് 18 ഇഞ്ചും ആ ഒരു ബേസ് മോഡലിന് 17 ഇഞ്ചുമുള്ള ആ ഒരു വീൽ സൈസ് ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് കൂടി ഒരു വണ്ടിയെ കാണണം. പിന്നെ 470 കിലോയോളം ആ ഒരു എന്താ പറയുക ലഗേജ്, അതായത് ബാക്കിലെ ആ ഒരു ലോഡിങ് ബേക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ പറഞ്ഞ കാര്യം ഫോർച്യൂണറായിട്ടുള്ള മെയിൻ വ്യത്യാസങ്ങളിലൊന്ന് എന്ന് പറയുന്നത് പാഡ് ഷിഫ്റ്റേഴ്സ് ഇല്ല, ഹീറ്റഡ് സീറ്റല്ല അല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റല്ല, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ ഒന്നും ആവശ്യമല്ല. ഒരു പിക്കപ്പ് ട്രക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന നിലയ്ക്ക് ആ ഒരു സംഭവമൊക്കെ നമുക്ക് അങ്ങ് വിട്ടേക്കാം. പിന്നെ ഈ ഒരു ഗിയർ ബോക്സിന് ഒരു സ്പോർട്സ് മോഡ് ഉണ്ട്. ഈ ഒരു സ്പോർട്സ് മോഡ് ഒരു കൗതുകം പറയാട്ടോ. ഇപ്പോൾ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ S4 എന്ന് കാണാം. അതായത് ഈ ഒരു വണ്ടി 4ാമത്തെ ഗിയർ വരെ ആ ഒരു സ്പോർട്ട് മോഡിൽ അപ്ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ മാനുവലായിട്ട് വേണം 3 അല്ലെങ്കിൽ എന്താ പറയുക 5 ഒക്കെ ആക്കാനായിട്ട്. അതായത് ആ ഒരു ഗിയറിൽ ഈ ഒരു വണ്ടി അങ്ങനെ ലോക്കായി കിടക്കും. അതായത് ഫുൾ ഹയർ RPM ഓടിച്ചാലും ഷിഫ്റ്റ് ചെയ്യാതെ നമ്മൾ മാനുവലായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ തീർത്തും ഒരു സ്പോർട്സ് മോഡ് എന്നുള്ളതിനേക്കാൾ ഉപരി ഓഫ് റോഡൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു പ്രോപ്പർ മാനുവൽ മോഡെന്നാണ് ഞാൻ ഈ ഒരു S മോഡിനെ വിളിക്കാം. ഇനി ടെക്നിക്കലി ഒരു സ്പോർട്സ് മോഡ് വണ്ടിക്കുണ്ട്. അതായത് ഇതിന് 3 എഞ്ചിൻ മോഡുകളാണ്. ഈക്കോ, പവർ എന്നുള്ള 2 മോഡുകൾ കൂടാതെ നോർമൽ എന്നുള്ളൊരു മോഡ് ഉണ്ട്. അപ്പോൾ ഈക്കോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈക്കോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോ മോഡായി, അതല്ലെങ്കിൽ നോർമൽ മോഡായി. പക്ഷേ പവർ മോഡിലാണ് ഇതിൻ്റെ ആ ഒരു ത്രോട്ടിൽ തീർത്തും ക്രിസ്പ് ആവുന്നതും ആ 2.8 ലിറ്റർ എഞ്ചിൻ അതിൻ്റെ ട്രൂ കളേഴ്സ്, അതായത് അതിൻ്റെ തനിക്കുണം കാണിക്കുന്നതും. ഇപ്പോൾ 203 ബ്രേക്ക് ഹോഴ്സ് പവറോളം പവറുള്ള 500 Nm ടോർക്കുള്ള ഈ ഒരു വണ്ടി കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന സ്വഭാവമുള്ള വണ്ടിയാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് സില്ലി സ്പീഡൊക്കെ വണ്ടി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കി ഓടിക്കുക, ഇതൊരു ട്രക്കാണല്ലോ. പിന്നെ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല എന്നുള്ളതും ഫോർച്യൂണർ ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അങ്ങനെ പറയുമ്പോൾ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല എന്ന് മാത്രമല്ല, ബാക്കിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ലീഫ് സ്വിംഗ് ആണ്. അപ്പോൾ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു ലീഫ് സ്വിംഗ് ഉള്ള വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്, അതായത് ബാക്കിൽ ലീഫ് സ്വിംഗ് ഉള്ള വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി ടെക്നിക്കലി കൊള്ളാം. അതായത് ബാക്കിൽ ലീഫ് ആണെങ്കിലും വലിയ പ്രശ്നം തോന്നിയില്ല. ഫ്രണ്ട് സീറ്റിൽ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. ഒരു ബോഡി ഓൺ ഫ്രെയിം വണ്ടിക്കുള്ള ഒരു കംഫർട്ട് ഉണ്ട്. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ചാട്ടം ഫീൽ ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ ആ ഒരു സീറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിൽ ഫ്രണ്ട് സീറ്റുകളാണ് ഈ വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ട് എന്നുള്ളതാണ്. ഇനി പറയേണ്ടുന്ന ഒരു കാര്യം ബ്രേക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ 4 വീലും ഡിസ്ക് അല്ല, ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ബ്രേക്കിംഗ് കൊള്ളാം, നല്ല ബ്രേക്കിംഗ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്, അപ്പോൾ DC പോലെ ക്യുക്ക് അല്ല എന്നൊക്കെ പറയുമെങ്കിലും തീർത്തും നല്ല ഷിഫ്റ്റ് പോയിന്റും നല്ല ആ ഒരു ക്യുക്ക് ഷിഫ്റ്റും ഒക്കെ തരുന്നുണ്ട് ഫോർ എ ടോർക്ക് കൺവേർട്ടർ. എനിക്ക് തോന്നുന്നു ഈക്കോ മോഡിൽ ഒരു ഇത്തിരി കൂടി എന്താ പറയുക നല്ല ഒരു ഫൺ ഫാക്ടർ കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ നേരെ ആ ഒരു പവർ മോഡ് ഇട്ടാൽ മതി. പിന്നെ വണ്ടി കയറി പാഞ്ഞ് പൊക്കോളും. അതായത് നല്ല ടോർക്ക് കൺട്രോൾ ഗിയർ ബോക്സും നല്ല 2.8 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകളും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറയാം. പിന്നെ നമ്മളിരിക്കുന്നത് തീർത്ത് ഉയരത്താണ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ വണ്ടികൾ മാറി തരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വണ്ടി റോഡ് പ്രസൻസിനെ പറയേണ്ട കാര്യമാണ്. കൂടാതെ വലിയ മിറർ നല്ല കാഴ്ച തരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറഞ്ഞാൽ ഫോർച്യൂണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗിൽ കണ്ട വ്യത്യാസം പാഡ് ഷിഫ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഫോർച്യൂണറിനേക്കാളും കുറച്ചുകൂടി ലൈറ്റാണ് സ്റ്റിയറിംഗ്. വണ്ടി ഇപ്പോൾ
ടേണിംഗ് റേഡിയസ് അതല്ലെങ്കിൽ ഒരു എന്താ പറയുക കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഫോർ ട്രക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫോർച്യൂണറിനേക്കാൾ ലേറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് നിലയ്ക്ക് ഓടിക്കാൻ ഒത്തിരി കൂടി സുഖമുള്ള വണ്ടി എന്ന് എനിക്ക് ഈ ഒരു വണ്ടിയെ തോന്നിയെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് റൈഡ് കംഫർട്ടിൻ്റെ കാര്യം മാത്രം മാറ്റി നിർത്തിക്കോ, സ്റ്റിയറിംഗിൻ്റെയും ബാക്കിയുള്ള കാര്യം പറയണം. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കംഫർട്ടിൻ്റെ കാര്യമല്ല കാര്യമൊന്നുമല്ല, ഇതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റീസ് ആണ്. ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഓഫ് റോഡ് ഇവൻറ്റുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇവരുടെ ഒരു എന്താ പറയുക ആ ഒരു ടെസ്റ്റ് റൈഡ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു പ്രോപ്പർ ഓഫ് റോഡ് ട്രാക്കിലായിരുന്നു. നിങ്ങൾ പലരും വീഡിയോ ഉണ്ടാവും, ചില ആൾക്കാരൊക്കെ വീഡിയോ ഞാനും കണ്ടു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വണ്ടിയുടെ ക്യാപ്പബിലിറ്റീസ് മുഴുവൻ കാണിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹാർഡ് കോർ ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു വണ്ടിയെ അവർ കാണുന്നത്. അതുപോലെ ടൊയോട്ട കാണുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ നമ്മളും കാണുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ഹൈലക്സിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രാജ്യവുമായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് പിക്കപ്പ് ട്രക്കുകളെ ഒരു ഫാമിലി വണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ വണ്ടി ആക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ എത്തിയിട്ടുണ്ടോ സംശയമുണ്ട്. ഇപ്പോൾ 2016 വീക്രോസ് ഒക്കെ വന്ന സമയത്ത് തന്നെ വാഹനങ്ങൾ വാങ്ങിയ ആൾക്കാരുണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞത്. മാത്രമല്ല മുമ്പ് സെനോൺ പോലുള്ള പിക്കപ്പുകൾ ഉണ്ടാകുന്നതൊക്കെ വാങ്ങിയ ആളുകളുണ്ട്, ഒക്കെ മൈനോറിറ്റിയാണ്. പക്ഷേ ഒരു മാസ് മാർക്കറ്റ് എന്ന നിലയ്ക്ക് പിക്കപ്പ് ട്രക്കുകളെ മറ്റുള്ള കൺട്രികളെ പോലെ ഇപ്പോൾ ട്രെയിലർ വലിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ കാരവാൻ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ഒരു പ്രതിബന്ധങ്ങൾ നമ്മുടെ മാർക്കറ്റുണ്ട്. പിന്നെ വില 49 ലക്ഷം രൂപ കൊടുത്തൊരു പിക്കപ്പ് ട്രക്ക് വാങ്ങുന്ന ആളുടെ യൂസ് കേസ് എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രോസ് കൺട്രി ട്രിപ്പ് അടിക്കാൻ, അത് മാത്രമല്ല വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ നിലയ്ക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് കുന്തളിപ്പ് കാണിച്ച് ഓഫ് റോഡ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കണം ഈ വണ്ടി കൂടുതലും മേടിക്കുക. ഒരു പ്രൈമറി വെഹിക്കിളായിട്ട് ഹൈലക്സിന് ആളുകൾ കാണുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഒരു ഇത്തിരി കൂടി എന്താ പറയുക നല്ല ഒരു SUV ആയിട്ടുള്ള ഫോർച്യൂണറിൻ്റെ സെയിം വിലയ്ക്ക് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓൺ റോഡിൽ ഓടിക്കാൻ കൊള്ളാം, ചെറുതായിട്ടൊക്കെ ഒന്ന് ഓഫ് റോഡ് ചെയ്ത് ചെറിയ ഫണ്ണൊക്കെ കിട്ടി. സ്റ്റിൽ എനിക്ക് ഒന്ന് നന്നായി ഓഫ് റോഡ് എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹം കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കൽ നിർത്താൻ ഇവിടെ. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ലൊരു വണ്ടിയാണ് ഹൈലക്സ്. 49 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓഫ് റോഡ് ചെയ്യാനൊക്കെ വേറെ ലെവൽ വണ്ടിയാണത്. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടാവും. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഒന്ന് കാലം കൊടുക്കാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.